നിങ്ങൾ ഈ പ്രൈവസിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആളാണെങ്കിൽ ബ്രൗസ് ചെയ്യുന്ന നേരം ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന നേരം ഇൻകോഗ്നിറ്റോ മോഡ് ഉപയോഗിക്കും. ഇൻകോഗ്നിറ്റോ മോഡിൽ നമ്മൾ ബ്രൗസ് ചെയ്യുന്ന സെർച്ച് ചെയ്യുന്ന ഡാറ്റകൾ മറ്റൊരാൾക്ക് എടുക്കാനാകില്ല. എന്നാൽ അതും ചില ഭാഗത്ത് സേവ് ആകും. അതിനെപ്പറ്റി നമ്മൾ വീഡിയോ ചെയ്തിക്ക്. സേവ് ആകണ്ട, അതും പോട്ടെ. നമ്മളിപ്പോൾ റീസെൻറ്റ് ടാബിൽ നിന്ന് അത് ഒഴിവാക്കാണ്ട് പുറത്ത് വരികയാണെങ്കിൽ അത് എടുത്ത് നമ്മളെ ഫോൺ എടുത്ത് നോക്കുന്ന ഒരാൾക്ക് റീസെൻറ്റ് ടാബ് കൂടെ നമ്മൾ സെർച്ച് ചെയ്ത് ആ സൈറ്റിലേക്ക് എത്തുന്നതാവും. ഇത് ഒഴിവാക്കാൻ വേണ്ടി പുതിയൊരു പ്രൈവസി സെറ്റിങ്സ് കൂടി ഗൂഗിൾ ക്രോം ഇംപ്ലിമെൻറ്റ് ചെയ്തിക്ക്. അതെന്താ സെറ്റിങ്സ്? ഈ സെറ്റിങ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡിൽ എന്ത് സെർച്ച് ചെയ്താലും അത് നമ്മൾ ക്യാൻസൽ ചെയ്താലും ഇല്ലെങ്കിലും മറ്റാർക്കും അതിലേക്ക് എത്താനാകില്ല. ഒരു അടിപൊളി സെറ്റിങ്സ്, വളരെ സേഫ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സ്. എന്താ സെറ്റിങ്സ്? അതെവിടെയാണല്ലോ നോക്കുക. ആദ്യം നമുക്ക് ഗൂഗിൾ ക്രോം ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ഇൻകോഗ്നിറ്റോ മോഡിലൊന്ന് എടുത്തു നോക്കട്ടെ. ഇവിടെ ന്യൂ ഇൻകോഗ്നിറ്റോ ടാബ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് ഒരു സൈറ്റിലേക്ക് ഞാൻ പോയി. ഏത് സൈറ്റിൽ നിന്ന് നോക്കണ്ട, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഈ സൈറ്റിൽ ഞാൻ പോയി. അതിനുശേഷം ഞാൻ ബാക്ക് വന്നാലും ഇതിലേക്ക് നമുക്ക് റീസെൻറ്റ് ടാബ് കൂടെ എത്താനാവും. സംഭവം തീർന്നിക്കോ. അതായത് നമ്മളിങ്ങനെ ബാക്ക് വന്നിട്ട് ഫോൺ എവിടെയും വെച്ച് പോയാലും ഫോൺ എടുത്ത് നോക്കുന്ന ഒരാൾക്ക് ഈ റീസെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ പോയ ആ സൈറ്റിലേക്ക് പോകാനാവും. എന്നാൽ പുതിയ സെറ്റിങ്സ് പ്രകാരം എങ്ങനെയാണ് വരിക? അതാണ് നമ്മൾ നോക്കുന്നത്. അതിന് നിങ്ങൾ ആ സെറ്റിങ്സ് എനേബിൾ ചെയ്യണം. ഏതാ സെറ്റിങ്സ്? മേലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് എടുത്തിട്ട് ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാം പുതിയൊരു സംഭവം, ലോക്ക് ഇൻകോഗ്നിറ്റോ ടാബ് വെൻ യു ലീവ് ക്രോം. ഇതൊന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുന്ന നേരം നമ്മളെ ഫോൺ എന്ത് വെച്ചാണോ വെരിഫൈ ചെയ്തത്, നമ്മളെ ഫിംഗർ പ്രിൻറ്റ് വെച്ചാണോ അല്ലെങ്കിൽ പിൻ വെച്ചാണോ എന്താണോ അത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തത് വെരിഫൈ ചെയ്യുക. അപ്പോൾ വെരിഫൈ ചെയ്ത് അത് ഓണായി. ഇനി നമ്മൾ ഇൻകോഗ്നിറ്റോ മോഡിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്യാന്ന്. ഒരു സൈറ്റിലേക്ക് ഞാൻ പോയി. ഇതിന്ന് ബാക്ക് വന്ന് വീണ്ടും റീസെൻറ്റ് ടാബിൽ കൂടെ അത് എടുക്കാൻ നോക്കുന്നവർ എങ്ങനെയാണ് വരുന്നത്? കണ്ട, ഇങ്ങനെയാണ് വരും. നമ്മൾ ലീവ് ചെയ്ത ആ സൈറ്റിലേക്ക് പിന്നെ പോകാനാകില്ല. ഇവിടെ അൺലോക്ക് ഇൻകോഗ്നിറ്റോ എന്നുണ്ട്, പിന്നെ ഒരു സെറ്റിങ്സ് ഒക്കെ കിട്ടും. അതിലേക്കൊക്കെ നമുക്കല്ലാണ്ട് പുറത്തുനിന്ന് ഒരാൾക്ക് ഇതിലേക്ക് കയറി പോകാനാകില്ല. ഇനിയിപ്പോൾ അല്ല ചങ്ങായി, എൻ്റെ ഫോണിൽ മാത്രം സെറ്റിങ്സ് ഇടുന്ന് വന്ന് ഞാളൊന്നും ഫോണിൽ ഇത് കാണുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. ശരിയാണ്, നിങ്ങളെ ക്രോമിൻ്റെ സെറ്റിങ്സിൽ ഈ ഓപ്ഷൻ കാണുന്നുണ്ടാകില്ല. അത് കാണുന്ന എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് സെർച്ച് ചെയ്യുക. എന്ത്? ക്രോം എന്ന് എഴുതുക. ക്രോം എന്ന് എഴുതിയിട്ട് സ്കോളൻ എന്ന് പറഞ്ഞാൽ മേലെ താഴെയുള്ള 2 കുത്തില്ലേ, ആ 2 കുത്തിട്ടിട്ട് 2 സ്ലാഷ് ബാക്ക് സ്ലാഷ് അച്ചരിഞ്ഞ വരാം. അതിനുശേഷം ഫ്ലാഗ്സ്, ക്രോം // ഫ്ലാഗ്സ് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്താൽ ക്രോമിൻ്റെ ഫ്ലാഗ് സെറ്റിങ്സിലേക്ക് പോകും. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ഇൻകോഗ്നിറ്റോ എന്ന് സെർച്ച് ചെയ്താൽ പിന്നെ വരുന്ന പേജിൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ മേലെ ഭാഗത്തുണ്ട്, ടെലഫോണിൽ താഴെ ഭാഗത്തുണ്ടാകുക എനേബിൾ ഡിവൈസ് റീ ഓതൻറ്റിക്കേഷൻ ഫോർ ഇൻകോഗ്നിറ്റോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഇത് എനേബിൾ ചെയ്തതാണ് ഞാൻ. നിങ്ങളുടെ ഫോണിൽ ഡീഫാൾട്ട് എന്നുണ്ടാകുക. ഈ ഡീഫാൾട്ട് എന്നുള്ളത് മാറ്റിയിട്ട് എനേബിൾ കൊടുക്കുക. എനേബിൾ കൊടുത്തതിന് ശേഷം താഴെ ഭാഗത്ത് റീലോഞ്ച് എന്ന് കാണും. ആ റീലോഞ്ച് കൊടുക്കുക. റീലോഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്രോം ഒന്ന് ഓഫായി ഓൺ ആവും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ക്രോമിൻ്റെ സെറ്റിങ്സിലും ഈ ഓപ്ഷൻ വരും. പിന്നെ ഇത് വന്നിക്കില്ലല്ലോ ചങ്ങായി എന്നാണെങ്കിൽ, ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങളെ ഫോണിൽ ഇത് വന്നിക്കില്ലെങ്കിൽ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ മതി, തീർച്ചയായിട്ടും വന്നോളൂ. സംഭവം നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട. നമുക്ക് ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.